വർക്കലയിലും പരിസര പ്രദേശങ്ങളിലുമായി തുടർച്ചയായാണ് ഭക്ഷ്യവിഷബാധ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വിഷബാധയേറ്റ് മരിച്ച ഇലകമൺ കല്ലുവിള വീട്ടിൽ ബിജുവിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ബിജുവിന്റെ അമ്മ ICUവിൽ ചികിത്സയിലാണ്. മറ്റ് 3 സഹോദരങ്ങൾ ചികിത്സയിലാണെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ മരിച്ച ബിജുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനോ സംസ്കരിക്കാനോ ആ വീട്ടിൽ ആരുമില്ല. ബോഡി മേടിക്കാൻ ആളില്ല. ഉള്ള കൊച്ചുങ്ങളാണ് ഇവിടെ കിടപ്പിൽ കൂടപ്പറികൾ കിടക്കുന്നത്. പിന്നെ ഇവരെ അസുഖം തീർന്നല്ലേ ബോഡി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭൂമിയാനം ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളിയാഴ്ച രാത്രി 7:30 കാവാരം ജംഗ്ഷനിലെ പലവ്യഞ്ജനക്കടയിൽ നിന്നും വാങ്ങിയ ബൺ കഴിച്ചതിന് ശേഷമാണ് ബിജുവിനും കുടുംബത്തിനും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. അപ്പോൾ തന്നെ ചേട്ടൻ കൊഴിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും കണ്ണ് ഉറങ്ങുന്നില്ലായിരുന്നു. ഇപ്പോഴത്തേക്കും മരിച്ചായിരുന്നു. എനിക്ക്, അമ്മയ്ക്ക്, എൻ്റെ ഇളയ ചേട്ടന്, പിന്നെ മരിച്ചത്. കഴിഞ്ഞ ദിവസം വർക്കലയിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. വർക്കല ക്ഷേത്രം റോഡിലെ സ്പൈസി റെസ്റ്റോറൻറ്റിൽ നിന്നും ആഹാരം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവർ 12 പേർ സ്വകാര്യ ആശുപത്രിയിലും 6 പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ആഴ്ചകളോളം പഴക്കമുള്ള ഭക്ഷണ സാധനങ്ങളാണ് സ്പൈസി റെസ്റ്റോറൻറ്റിൽ നിന്നും അന്ന് പിടിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വ്യാപക പരിശോധന ഉണ്ടായില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധയേറ്റുള്ള പ്രശ്നങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടും. ബിജു VS വർക്കലയിൽ നിന്നും അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.